ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. AIPPC നടത്തി വരുന്ന വചന പ്രഭാഷണ പരമ്പരകളിലൂടെ സന്ധിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവാണ്. അതിൻ്റെ അളവുകോൽ ദൈവവചനമാണ്. യേശുക്രിസ്തുവിനോ തൻ്റെ വചനത്തിനോ യാതൊരു ന്യൂനതകളുമില്ല. എന്നാൽ ക്രിസ്ത്യാനിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ന്യൂനതകളുടെ ഘോഷയാത്രകൾ കാണുകയാണ്. പലപ്പോഴും ക്രിസ്തീയ സാക്ഷ്യത്തിന് സുവിശേഷീകരണത്തിനൊക്കെ വിഘാതം സൃഷ്ടിക്കുന്നത് ക്രിസ്ത്യാനികളെന്ന് പറയപ്പെടുന്നവരുടെ ജീവിത രീതികൾ തന്നെയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ സുവിശേഷീകരണ പ്രക്രിയയിൽ വിഘാതം സൃഷ്ടിക്കുന്ന ഒരു നിലവാരത്തിലുള്ള ഒരു അനുഭവത്തിന് ഉടമയായി തീരാതിരിക്കാൻ നിങ്ങൾ തന്നെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ കഴിയും: പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് പ്രബോധിപ്പിക്കുന്നു. പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുക. പലപ്പോഴും ലോകമനുഷ്യനേക്കാൾ അധപതിച്ചു പോകുന്ന സംസാരത്തിനും ചിന്തകൾക്കും പ്രവൃത്തികൾക്കൊക്കെ നമ്മൾ ഉടമകളായി പോകാറുണ്ട്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നൊക്കെ വ്യതിയാനം പ്രാപിച്ചവരായി മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ ദൈവേഷ്ടമറിഞ്ഞ് ജീവിപ്പാൻ ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ ഈ സന്ദേശങ്ങൾ നിനക്ക് ഒരു അനുഗ്രഹമായി തീരും. മാത്രമല്ല, നമ്മുടെ നടപ്പ് കണ്ട് ദൈവനാമം ദുഷിക്കപ്പെടാതെ ദൈവനാമ മഹത്വത്തിന് നിദാനമായി തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയ സുഹൃത്തെ, ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചത് വർഷങ്ങളെയോ മാസങ്ങളെയോ കാലപ്പഴക്കം എന്ന് പറയാനുണ്ടായിരിക്കാം. പക്ഷേ പതിറ്റാണ്ടുകളുടെ കാലപ്പഴക്കം എന്ന് പറയാനുണ്ടായിരിക്കാം. എന്നാൽ ശാന്തമായൊരു ചോദ്യം: ആ നടപ്പിലൂടെ ദൈവനാമം എത്രമാത്രം മഹത്വപ്പെട്ടിട്ടുണ്ട്? ഏതെങ്കിലും നിലവാരത്തിൽ ദൈവത്തിൻ്റെ നാമം ദുഷിക്കുന്ന നിലയിലുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയെങ്കിൽ ഓർക്കുക, ഇത് മടങ്ങി വരേണ്ട സമയമാണ്. ഏതിൽ വീണിരിക്കുന്നത് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്നുള്ള ദൈവാത്മാവിൻ്റെ ആഹ്വാനം ഈ നിമിഷം നിങ്ങൾക്കുള്ളതാണ്. കഴിഞ്ഞകാല അപേക്ഷകളെ മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഈ നിമിഷം ജീവിതത്തെ അതിനോട് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരുപക്ഷെ ഇതുവരെ നിങ്ങൾ യേശുക്രിസ്തുമായി ഒരു വ്യക്തിപരമായി ബന്ധം സ്ഥാപിച്ചെടുക്കാത്തൊരു വ്യക്തിയായിരിക്കാം. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്ന ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ക്രിസ്തുവിൽ ശിക്ഷാവധിയുമില്ല. എന്നാൽ ദിവസത്തിൽ പെരെഴുതി കാണാതെ തീപ്പികൾ തള്ളിയിടും. അതുകൊണ്ട് പാപങ്ങളേറ്റ് കുറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഒരു ആത്മപരിശോധന നടത്തി അതിനനുസൃതമായി ജീവിതം നയിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നിങ്ങളെ ഒരു സഹായിക്കുമാറെന്ന് ഞാൻ ആത്മാർത്ഥം ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യുവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.